പറയാണ്, ഞങ്ങൾ എന്ത് ത്യാഗം ചെയ്തും അത് ക്ലീൻ ചെയ്തിരിക്കും. പക്ഷേ 2 ദിവസത്തെ വെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ തോടിലേക്ക് വാഹനങ്ങൾ ഇറക്കി, JCB ഇറക്കി അതിൽ നിന്നുള്ള മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്തു സുഖകരമായ രീതിയിൽ വെള്ളം പോകാനുള്ള അവസ്ഥ കൊണ്ടോട്ടി വലിയ തോട് ആക്കി തീർക്കും എന്നുള്ളത് യാതൊരു കൊണ്ടോട്ടി നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. ദേ മഴ എന്നു പേരിട്ട പരിപാടി നിയുക്ത MLA TP അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. മഴയത്ത് മുൻപ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും ആദ്യം അവന്റെ മനസ്സിൽ നിന്ന് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടും പിന്നീട് ശരീരത്തിൽ നിന്ന് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടും പിന്നീട് സ്വന്തം വീടിനകത്തും പുറത്തു നിന്നുമുള്ള മാലിന്യം ഏറ്റവും മികച്ച രീതിയിൽ സംസ്കരിച്ചുകൊണ്ടും നമ്മുടെ പരിസരത്തെ മാലിന്യം മറ്റുള്ളവന്റെ പരിസരത്തേക്ക് വലിച്ചെറിയാതെ അതിനെ നമുക്ക് ഇടയിൽ തന്നെ സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടും പിന്നീട് നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത അങ്ങാടിയുടെ ടൗണിന്റെ ശുചീകരണത്തെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമായി ഏറ്റെടുത്തുകൊണ്ടുമൊക്കെ ഒരു ശീലമാക്കേണ്ട ഒന്നാണ്. ഒരു ദിവസത്തേതല്ല, 2 ദിവസത്തേതല്ല, അതൊരു ശീലമായി മാറേണ്ട ഒന്നാണ്. അങ്ങനെ ഒരു ശീലമായാൽ മാത്രമേ ഏതൊക്കെ സർക്കാർ സംവിധാനങ്ങളും മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള എന്തെല്ലാം പദ്ധതികൾ അവലംബിച്ചാലും അത് യഥാർത്ഥമായ രീതിയിൽ നമുക്ക് മികച്ചതായി മാറ്റാൻ സാധിക്കും. ഇവിടെ ചെയർമാൻ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഇതൊരു ബോധവൽക്കരണമാണ്. നമ്മൾ ഒരു ദിവസം ഇങ്ങനെ പ്രോഗ്രാം നടത്തി ഉദ്ഘാടനം ചെയ്ത് ഇവിടെയുള്ള ചപ്പുചവറുകൾ പൊറുക്കി ജനങ്ങൾക്കിടയിൽ അതൊരു ബോധവൽക്കരണമാണ്. നഗരസഭാ ചെയർമാൻ UK മുഹമ്മദ് ഷാ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ശുചിത്വ അംബാസിഡർ അനസ് എടത്തൊടിക മുഖ്യാതിഥിയായി. മഴക്കാല രോഗവ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭ നടത്തുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനമാണ് ദേ മഴ പദ്ധതി. മഴക്കാലത്ത് വെള്ളം കെട്ടിനിൽക്കുന്നതും കൊതുക് പെരുകുന്നതുമായ സാഹചര്യം ഒഴിവാക്കുക എന്നാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോത്തുവെട്ടിപ്പാറ മുതൽ നീറ്റാണി വരെ ഹൈവേയിൽ വിവിധ ഏരിയകളായി തിരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വലിയ തോട് നന്നാക്കാനും പദ്ധതിയുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. കൊണ്ടോട്ടിയുടെ അതിർത്തിയായ നീറ്റാണി മുതൽ പോത്തുവെട്ടിപ്പാറ വരെ ഇന്ന് മാസ് ക്ലീനിങ് നടക്കുകയാണ്. എല്ലാ വിഭാഗം ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളും. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൊണ്ടോട്ടി നല്ലൊരു കൊണ്ടോട്ടി, വൃത്തിയുള്ളൊരു കൊണ്ടോട്ടി ആവുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമുക്കറിയാം വലിയ തോട് എന്ന് പറയുന്ന മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. ഇതിൻ്റെ കൂടെ തോടിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അതിൻ്റെ പ്രകാരം അതിന് ഫണ്ട് വിനിയോഗിച്ചതാണ്. അത് പ്രകാരം ഞങ്ങൾ ടെൻഡർ ചെയ്തതാണ്. ടെൻഡർ എടുത്ത വ്യക്തികൾ ഇന്നലെ വന്നിട്ട് പറഞ്ഞ് മഴ പെയ്തതുകൊണ്ട് തോട്ടിലേക്ക് JCB ഇറങ്ങാൻ കഴിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എന്നാണ് പറഞ്ഞത്. എല്ലാ ആളുകളും ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ്. കാരണം തോട് ക്ലീൻ ചെയ്യുന്നില്ലല്ലോ. തീർച്ചയായിട്ടും എന്നോട് പറയാണ്, ഞങ്ങൾ എന്ത് ത്യാഗം ചെയ്തും അത് ക്ലീൻ ചെയ്തിരിക്കും. പക്ഷേ 2 ദിവസത്തെ വെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ തോടിലേക്ക് വാഹനങ്ങൾ ഇറക്കി, JCB ഇറക്കി അതിൽ നിന്നുള്ള മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്തു സുഖകരമായ രീതിയിൽ വെള്ളം പോകാനുള്ള അവസ്ഥ കൊണ്ടോട്ടി വലിയ തോട് ആക്കി തീർക്കും എന്നുള്ളത് യാതൊരു മാലിന്യം എന്ന് പറയുന്നത് ഈ ഒരു ഗവൺമെന്റോ ഒരു നഗരസഭയോ മാത്രം വിചാരിച്ചാൽ പോലെ എല്ലാ വ്യക്തികളും അതിനോടൊപ്പം നിൽക്കണം. ഒപ്പം നിന്ന് കൂട്ടമായി നമുക്ക് ഒറ്റക്കെട്ടായി കൊണ്ടോട്ടിയെ മാറ്റിയെടുക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ഡെസ്ക് എയർ 1.